ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. വലിയറൽ ക്ലബ്ബ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്കിലേക്കും ഒക്കെ സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒക്കെ ഞാനാണെങ്കിൽ ഓരോ വീഡിയോ ഇടുമ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നൊക്കെ കരുതിയത്. ഞാൻ ഇതിനു മുമ്പും കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓരോ ശരീരത്തിൽ നമ്മൾ ഏതെങ്കിലും രീതിയിലൊക്കെ കഴിക്കുന്ന വകകളിൽ നിന്നൊക്കെ നമ്മുടെ ഉള്ളിലൊക്കെ വിഷാംശവും ഒക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടി നമുക്ക് ഇഷ്ടം പോലെയും പച്ചമരുന്ന്, ആയുർവേദ മരുന്നൊക്കെ ഈ ലോകത്തുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ അങ്ങനെ ഇങ്ങനെ എല്ലാവരും ഒന്നും ഉപയോഗിക്കാറില്ല. എല്ലാം ഇംഗ്ലീഷ് മരുന്നിലോട്ടാണല്ലോ പോക്ക്. അതുകൊണ്ട് കാലക്രമേണ അത് പോയി പല പല അസുഖങ്ങൾ വന്നു തുടങ്ങിയതോടുകൂടി ഇപ്പോൾ പിന്നെയും ആൾക്കാർ അവർ പേടിച്ചിട്ട് പിന്നെ അവർ തിരിച്ച് വന്നു തുടങ്ങി ആയുർവേദത്തിലോട്ട് തന്നെ. അപ്പം ആയുർവേദം പണ്ടൊക്കെ കഴിച്ചിട്ടുള്ളവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും 18 വയസ്സാണെന്ന് പറയുന്നത്. കാരണം എന്നും 18 വയസ്സ് എന്ന് ഉദ്ദേശിക്കുന്ന 18 വയസ്സ് പോലെ ഇരിക്കുമെന്നല്ല, അവരുടെ ബോഡിയുടെ ഇതും ശരീരത്തിൻ്റെ ബലവും ശക്തിയും എല്ലാം ഒരു 18 വയസ്സ് 20 വയസ്സുള്ള പിള്ളേർ എങ്ങനെ ചുറുചുറുക്കോടുകൂടി നടക്കുമോ അതുപോലെയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം തകര പറിച്ച് തോരൻ വെച്ചു. മെനങ്ങാന്ന് ഷുഗർ ചീര പറിച്ച് ഞാൻ തോരൻ വെച്ചു. ഷുഗർ ചീരയുടെ ഒരുപാട് വിത്തുകൾ ആൾക്കാർ ചോദിച്ചിരുന്നു. അതെല്ലാം അവർക്കൊക്കെ ഞാൻ കൊടുത്തു. പിന്നെ ഇപ്പോഴും വിത്ത് വീണിട്ടുണ്ട്, ഇഷ്ടംപോലെ പൂവൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ചീരയൊക്കെ തൊട്ടടുത്തുള്ളവർക്കൊക്കെ അതിൻ്റെ ചീര വേണമെന്ന് പറഞ്ഞവർക്കൊക്കെ ഞാൻ അതിൻ്റെ ചീരയും ഒക്കെ നമ്മൾ ഈ കീസിനകത്താക്കി കൊണ്ടുവന്ന് കൊടുക്കും ചോദിക്കുന്നവർക്ക്. പിന്നെ ചിലർ അതിനെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നവരുണ്ട്. ഷുഗർ മാറാനാണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ കഴിക്കുന്നതല്ല. നമ്മളെന്തെല്ലാം കഴിക്കുന്ന ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ഷുഗർ നമ്മുടെ ശരീരത്തിലേക്ക് വരാതിരിക്കാൻ ആഴ്ചയിൽ ഒരിക്കലും നമ്മളൊരു കെയറിങ്ങിന് വേണ്ടി അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാൻ ഇന്ന് പറിച്ചെന്ന് പറയുന്നത് മൈസൂർ ചീര കുറച്ച് കിട്ടി. അപ്പം ഞാൻ അതിനെ പറിച്ചു. ഇതിൻ്റെ പൂവിൽ ഇതുണ്ട്, ഇതാണ് അതിൻ്റെ പൂവെന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിലാണ്ട് അതിനെ എടുത്തിങ്ങനെ പൊട്ട് കുത്തും. ഇതിൻ്റെ പഴുത്ത കളറുണ്ട്, ഇത് പച്ചയാണ്, ഇളം പച്ച പൂവാണ്. അപ്പോൾ ഇതിൻ്റെ പറിച്ചിട്ട് നമ്മളിതുപോലെ ചെയ്യും. പിന്നെ മൂക്കുത്തി ഇടാൻ കുഞ്ഞിലെ പൊടിക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇച്ചിരി കൂടെ അറിവായിട്ടൊക്കെ അല്ലേ മൂക്ക് കുത്തി തരത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതിനെ എടുത്തിങ്ങനെ മൂക്ക് കുത്തുമായിരുന്നു. എന്താ ഭംഗി! നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് ലെഫ്റ്റ് സൈഡ് മൂക്ക് അത്ര ഇതല്ല, എനിക്ക് റൈറ്റ് സൈഡ് കുത്തിയിട്ടുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ ആണ്. അപ്പോൾ ഇതാണ് സാധനം. ഇതൊക്കെ നിങ്ങൾ തോരൻ വെച്ച് തിന്നിട്ടുള്ളവർ പറയണം കേട്ടോ. കമൻസ് ഇടുക, ഷെയർ ചെയ്യുക. ഞാനിതൊക്കെ കാണിച്ചു തരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് എന്നും ശരീരത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് വീഡിയോസായിട്ട് ഇടുന്നത്. അത് നിങ്ങൾക്ക് പിന്നെ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഓരോരുത്തർ കാണിച്ചതുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ തോരത്തിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇത് നല്ലപോലെ അങ്ങോട്ട് കഴുകിയെടുത്തിട്ട് ഇതിനകത്ത് കഴുകേണ്ട കാര്യമില്ല. ഞാനാണെങ്കിൽ ഇലയുടെ പിന്നെ ശുദ്ധിയുണ്ടോ വൃത്തിയുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അത്ര വൃത്തിയായിട്ടുള്ള ഭാഗത്ത് നിന്ന് മണ്ടയിൽ നിന്നും തന്നെ ഞാൻ പറിച്ചെടുത്ത ഇലകളാണ്. അപ്പോൾ ഇതിനെ അങ്ങോട്ട് അരിഞ്ഞെടുത്തിട്ട് നല്ലപോലെ തേങ്ങ പിന്നെ തോരത്തിന് അരച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളത്തിൽ തന്നെ ഇതിനെ അങ്ങ് വരട്ടിയെടുത്താൽ മാത്രം മതി. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട്, അല്ലാണ്ട് വേറെ വെള്ളമോ അതോ ഇതൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇച്ചിരി ഉള്ളിയും ഒക്കെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ചീര. അപ്പോൾ ഇന്ന് നമ്മളുടെ ചീര തോരനെന്ന് പറയുമ്പോൾ, ഇലവർഗ്ഗങ്ങളിലുള്ള തോരനെന്ന് പറയുമ്പോൾ ഇതാണ്. ഇന്നലെ ഇത് ഷുഗർ ചീരയല്ല, മൈസൂർ ചീര എടുത്തായിരുന്നു. ഇത് മൈസൂർ ചീര ഇന്ന് എടുക്കുന്നു. പിന്നെ പൊന്നാൻ തകരയുടെ ചീരയായിരുന്നു ഇന്നലെ. പിന്നെ അതിന് മുമ്പത്തെ ദിവസം എന്ന് പറയുന്ന കൊഴുപ്പച്ചീരയുടെ തോരനായിരുന്നു. അതിന് മുമ്പത്തെ ദിവസം ഷുഗർ ചീര. അങ്ങനെ അടുപ്പിച്ച് നമ്മൾ ഓരോ രീതിയിലുള്ള ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ എടുത്തപ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ കാണിക്കണമെന്ന് കരുതിയാണ്, നടന്നില്ല. എന്നാലും ഇന്ന് ഇത് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. ഇന്ന് നമ്മുടെ തോരത്തിൻ്റെ വകയെന്ന് പറയുന്നത് ഇതാണ്, മൈസൂർ ചീര എന്നാണ് ഇതിന് പറയുന്നത്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ നഴ്സറി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ റവ ഉപ്പുമാവ് ഉണ്ടാക്കി തരുമായിരുന്നു. റവ ഉപ്പുമാവും പിന്നെ ഈ ഇത് വരുമായിരുന്നു. മഞ്ഞപ്പൊടി എന്നാണ് അതിന് പറയുന്നത്. മഞ്ഞപ്പൊടി ഉണ്ടാക്കുന്ന സമയത്ത് ഈ സാധനം അരിഞ്ഞ് അതിനകത്ത് കടുക് വറുക്കാനായിട്ട് താളിക്കുമായിരുന്നു. അതേമാതിരി അല്ലാണ്ട് ഈ റവ വെച്ച് പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഇതിനെ അരിഞ്ഞിട്ട് കറിവേപ്പിലയ്ക്ക് പകരമായിട്ട് ഇത് താളിച്ച് നമുക്ക് തരുമായിരുന്നു കുഞ്ഞിലെ.
അപ്പം ഞങ്ങൾ താണ്ട് പിന്നെ ഇതിൻ്റെ ഈ അരി ഉണ്ടല്ലോ താണ്ട് ഈ കായ എടുത്തിട്ട് നിരത്തി വെച്ച് കളിക്കുമായിരുന്നു നമ്മൾ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ തട്ടും. അപ്പോൾ അടുത്ത വിത്തിൽ പോയി തട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് സ്വന്തം. അങ്ങനെ എടുത്ത് മാറ്റും. അങ്ങനെയൊക്കെ ഉള്ള കൊച്ചു കൊച്ചു കളിയൊക്കെ ഇതിനകത്ത് ചെറുപ്പത്തിൽ നമ്മൾ പെൺകുട്ടികൾക്ക് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വീട്ടിലിരുന്നുള്ള കളിക്കാനല്ലേ നമ്മളെ അനുവദിക്കത്തുള്ളൂ. ഞങ്ങൾ കളിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നതാണിത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.